മഴയിൽ പോലും ഇരിക്കൂർ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഗതാഗതം താറുമാറാക്കുന്നു. പാലത്തിന്റെ ഇരുഭാഗത്തെയും ദ്വാരങ്ങൾ മണ്ണുമൂടി അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. കനത്ത മഴയിൽ ഒരടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ടായത് ഇരുചക്രവാഹനങ്ങൾക്ക് ഉൾപ്പെടെ വൻ ദുരിതമുണ്ടാക്കി. വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം തെറിക്കുന്നത് കാരണം കാൽനടക്കാരും പ്രയാസപ്പെട്ടു. ഒടുവിൽ നാട്ടുകാർ ദ്വാരത്തിലെ മണ്ണ് കുത്തിയിളക്കി നീക്കിയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. പാലത്തിലെ ടാറിൻ തകർന്നു കുഴികൾ രൂപപ്പെട്ടതു കാരണം യാത്ര ദുരിതപൂർണമാണ്. സ്ലാബുകളുടെ അടിഭാഗത്തെയും ബീമുകളുടെയും കൈവരികളുടെയും കോൺക്രീറ്റിംഗ് തകർന്ന നിലയിലാണ്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഹൈറ്റ് ഗേജ് സ്ഥാപിച്ചിരുന്നെങ്കിലും 6 മാസം മുൻപ് അതും വാഹനമിടിച്ച് തകർന്നു. പുതിയ പാലം നിർമ്മിക്കുന്നതിന് PWD 2 വർഷം മുൻപ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി 12 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ, ചാലോട്, ഇരിട്ടി, ശ്രീകണ്ഠപുരം ഭാഗങ്ങളിലേക്കുള്ള ഒട്ടേറെ ബസ്സുകളും 100 കണക്കിന് മറ്റു വാഹനങ്ങളും ദിവസവും ഇതുവഴി കടന്നുപോകുന്നുണ്ട്.